ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ മുല്ലപ്പെരിയാർ കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. അത് വലിയൊരു ആശങ്കയോടുകൂടിയാണ്. ഏറെക്കാലമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നു. ഓരോ മഴക്കാലത്തും ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നുള്ളത് കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു അനുമതി കിട്ടിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന് അറ്റകുറ്റപ്പണിക്ക് മാത്രമാണ്. ഈ അറ്റകുറ്റപ്പണി എന്ന് പറയുമ്പോൾ വെറും ഒരു പെയിന്റ് അടിച്ചു പോകുന്ന അതൊന്നും കൊണ്ടൊന്നും അല്ലല്ലോ കാര്യമാകാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും. പക്ഷെ അതൊരു ആശങ്ക തുടരുകയല്ലേ ചെയ്യുന്ന ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും. അതായത് മഹാരാഷ്ട്രയിലെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഞാൻ, അതോ ഗുജറാത്താണ്, ഒരു ഡാം പൊട്ടിയായിരുന്നു. അപ്പോൾ കേരളത്തിലൊരു വാർത്ത വന്നു. 70കളിലാണ് വാർത്ത വന്നത്. മനോരമയിലാണ്, മലയാള മനോരമയിൽ വാർത്ത വന്നത്. മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളിലും അതുപോലെ ഒരു ഡാം നിൽക്കുകയാണെന്നുള്ളൊരു വാർത്ത വന്നു. അന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. 70കൾ മുതലേ ഇതിന് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. ഈ പൊട്ടൽ മീൻസ് സമ്പൂർണ്ണമായ പൊട്ടലല്ല, അതിൻ്റെ ചുണ്ണാമ്പ് പോകൽ, പല പ്രശ്നങ്ങളാണ്. അന്ന് മുതലേ ഈ പ്രശ്നമുണ്ട്. നമ്മൾ കേസാവുന്നു, സുപ്രീം കോടതി പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്, അടിസ്ഥാന പ്രശ്നമുണ്ട്. ഇപ്പോഴും ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് തമിഴ്നാടാണ്, ഓപ്പറേഷൻ നടത്തുന്നത് തമിഴ്നാടാണ്. കേരളം ആകപ്പാടെ ചെയ്തിരിക്കുന്നത് സ്ഥലം കൊടുത്തു, സ്ഥലം അവർക്ക് കൊടുത്തു. സ്ഥലത്ത് അവരോട് കെട്ടിടം വെച്ചോളാൻ പറഞ്ഞതുപോലെ അവർ കെട്ടിടം വെച്ചു എന്ന് പറഞ്ഞാൽ അവർ ഡാം ഉണ്ടാക്കി. പിന്നെ മുഴുവൻ ഓപ്പറേഷനും ആരാ നടത്തുന്നത്? തമിഴ്നാടാണ്. വാട്ടറിൻ്റെ അളവെടുക്കുന്ന ആരാണ്? ദിവസവും വാട്ടറിൻ്റെ ലെവൽ എടുക്കണമല്ലോ. അതിപ്പോൾ മാനുവലാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാരാ എടുക്കുന്നത്? തമിഴ്നാടാണ് എടുക്കുന്നത്. അവരെടുത്തിട്ട് നമ്മളോട് പറയും, സ്റ്റേറ്റിനോട് പറയും ഇത്രയാണ് ലെവലെന്ന്. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, മോഡേണൈസ് ആയിട്ടുള്ള, കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സംവിധാനമൊന്നും അവിടെ വന്നിട്ടില്ല. ഈ ലീസിന് കൊടുത്തു, സ്ഥല വാടകയ്ക്ക് കൊടുത്തു, അവർ ഡാം കെട്ടി. എന്നാൽ അതിനോടൊപ്പം ഒരു കാര്യം ചെയ്യണമായിരുന്നു. അന്ന് ഡാം പണിതാൽ നമ്മുടെ നാട്ടിൽ ഡാം നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സുരക്ഷ എല്ലാ കാലവും 999 വർഷത്തേക്ക് നിൽക്കില്ല എന്നല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയൊക്കെ അന്ന് പറയണമായിരുന്നു. ആ കരാറ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇപ്പം എന്താ സംഭവിക്കുക? ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഭീഷണി വരും. എവിടെ? ഡാമിൻ്റെ. ഇനി വരാനിരിക്കുന്ന ഭീഷണി സ്ട്രക്ചറലിൻ്റെ പ്രശ്നത്തേക്കാൾ മേഘവിസ്ഫോടനം പോലുള്ള വലിയ മഴയാണ് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ മഴ ഇടുക്കി ജില്ലയിൽ വന്നാൽ ഇടുക്കി ഡാമിനും പ്രശ്നം വരാം, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിനും പ്രശ്നം വരാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയിൽ പ്രശ്നമുള്ള, ഘടനാപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്ന ഈ ഡാമിൽ കൂടുതൽ മഴ വന്നാൽ പ്രശ്നമാണ്. ഇതാണ് അടിസ്ഥാന വിഷയം. ഈ മേഘവിസ്ഫോടനം പോലുള്ള മഴ വന്നാൽ, മേഘവിസ്ഫോടനം പോലുള്ള വലിയ മഴ വന്നാൽ അതിന് താങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു കണക്കിനപ്പുറം വെള്ളം താങ്ങാൻ പറ്റില്ല ഡാം. ഇപ്പോഴാണ് ഡാം പൊട്ടും എന്നുള്ളൊരു സങ്കല്പം വരുന്നത്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പരിശോധനാ സമിതി വരും. ഈ പരിശോധനാ സമിതി വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഒന്നുകിൽ അവർ വരാൻ പോണതിന് മുമ്പ് ഇവർക്കൊരു മെയിൻ്റനൻസ് ഉണ്ട്. ഈ ഇൻസ്പെക്ഷൻ ആൾ വരുമ്പം ചില പൊടിതെട്ട് പരിപാടികളുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. സ്കൂളിലൊക്കെ DO ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ HM ഉടനെ തന്നെ, അല്ലെങ്കിൽ എല്ലാവരും സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിരുത്തും, ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ ഒരു പരിപാടിയുണ്ട്. ഇത് അവസാനിപ്പിക്കുന്ന സമയമായി. ഈ മെയിൻ്റനൻസ് ആരാ നടത്തുന്നത്? നമ്മൾ ആദ്യം അനുവദിച്ചില്ല. കേരളം പറഞ്ഞു ഒക്കത്തില്ല, മെയിൻ്റനൻസ് പറ്റത്തില്ല. കാര്യം കേരളത്തോട് അനുവാദം ചോദിക്കാതെയാണ് എന്ത് കൊണ്ടുവന്നത്? വനത്തിലൂടെ മെയിൻ്റനൻസിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിലൂടെ അനുവാദം ചോദിച്ചില്ല. വന അതിർത്തി ആയതുകൊണ്ടാണ് പിടിക്കാൻ പറ്റിയത്. അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് തമിഴ്നാട് വണ്ടി ചെക്ക് പോസ്റ്റ് വഴി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. എന്തിനു കൊണ്ടുവരുന്നു? അപ്പോൾ അത് മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നു. അപ്പോൾ ആരെടുത്ത് ചോദിച്ചു? വനം വകുപ്പിനോട് ചോദിച്ചില്ല, കേരളത്തിനോട് ചോദിച്ചു. അങ്ങനെയാണ് ഇത് പിടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത് പിടിക്കപ്പെടത്തില്ലായിരുന്നു. മെയിൻ്റനൻസിന് കൊണ്ടുവന്ന സാധനങ്ങൾ വേറെ സ്ഥലത്തൂടെയാണ്, കാട്ടിനകത്താണ് അത് പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ പിടിക്കപ്പെടത്തും ചെക്ക് പോസ്റ്റ് ഉള്ളതുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇത് പിടിക്കപ്പോലുമില്ല, അവർ പണിയുമായിരുന്നു. പക്ഷേ അപ്പോൾ പിടിക്കപ്പെട്ടപ്പം ലൈസൻസ് ഇതില്ല, പെർമിഷൻ എടുത്തിട്ടില്ല, അങ്ങനെയാണ് തടഞ്ഞത്. കേരള സർക്കാർ അനുമതി കൊടുത്തു.
അപ്പോൾ കേരള സർക്കാർ അനുമതി കൊടുക്കുമ്പോൾ പറയണ്ടേ ഇതൊരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയ്യാം. ഒരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി അല്ല അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? തമിഴ്നാടാണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? തമിഴ്നാടാണ്. എവിടെയാണ് ചെയ്യുന്നത്? നമ്മുടെ ലാൻഡിലാണ്. സുരക്ഷാ പ്രശ്നം ആർക്കാണ്? നമുക്കാണ്. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. അവർക്ക് വെള്ളം എടുക്കുക, വെള്ളം കൊണ്ടുപോവുക, അവരുടെ കൃഷി ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ സ്റ്റാലിൻ വന്നല്ലോ, വൈക്കത്ത് മുഖ്യമന്ത്രി കാണാൻ വന്നല്ലോ. ഈ വിഷയം എന്തേ ഒന്ന് ചർച്ച ചെയ്യാത്തത്? ഇത്രയും കാരണം എറണാകുളത്ത് ഇത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം എറണാകുളം, ആലുവ അല്ലെങ്കിൽ അങ്ങനെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പെരിയാറിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 80 ദിവസമായിട്ട് എന്ത് നടക്കുകയാണ്? സമരം നടക്കുകയാണ്. മനുഷ്യ ചങ്ങല പിടിക്കുന്നു, സമരം നടക്കുകയാണ് അവിടെയൊക്കെ. ഇപ്പോഴും സമര വഴിയിലാണ് അവർ. മുല്ലപ്പെരിയാർ ഏകോപന സമിതി എന്ന് പറഞ്ഞൊരു പ്രകാശ് എന്നൊക്കെ പറഞ്ഞൊരു ടീമൊക്കെ അവരുടെ റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അവരൊരു വലിയ ടീം വലിയ വർക്ക് ചെയ്യുകയാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഉപ്പുതറയിൽ സമരം ചെയ്യുന്നു, പിന്നെ എറണാകുളത്ത് സമരം ചെയ്യുന്നു, പിന്നെ മറൈൻ ഡ്രൈവിൽ അവർ സമരം ചെയ്തു, നിരാഹാരം ഇരിക്കുന്നു. വലിയ 10-80 ദിവസം കൊണ്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? എറണാകുളത്ത് സമരം നടക്കുമ്പോൾ വൈക്കത്താര് വന്നു? സ്റ്റാലിൻ വന്നു. അപ്പോൾ ഇതും ചർച്ച ചെയ്യണ്ടേ? സ്റ്റാലിൻ വന്ന് എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ വന്ന് സംസാരിച്ച് പോയത് മെയിൻ്റനൻസിന് ഞങ്ങൾ നടത്തിക്കൊട്ടാന്നായിരിക്കും. ഞങ്ങൾ വന്ന് കുറച്ച് മെയിൻറ്റെയിനൊക്കെ ചെയ്തുകൊട്ടാന്നായിരിക്കും. ഒരു സൗഹൃദ ഓഫ് ദ റെക്കോർഡ് ചോദിച്ചാണോ? അവർ മെയിൻ്റനൻസ് നടത്തുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ പറയുന്നു, പിന്നെ ഒന്നുകിൽ പുതിയ ഡാം ആലോചിക്കാം, എംപവർ കമ്മിറ്റിയുടെ തീരുമാനമുണ്ട്, അല്ല ഒരു സജഷനുണ്ട്. ഒന്നുകിൽ പുതിയ ഡാം ആകാം, അല്ലെങ്കിൽ 50 മീറ്റർ ടണൽ നിർമ്മിച്ച് വെള്ളം കുറേ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓൺ സീസണിൽ, ഓഫ് സീസണിലല്ല, വെള്ളം കൂടുതൽ വരുന്ന സീസണിൽ 50 മീറ്റർ ടണൽ പണിത് അങ്ങോട്ടേക്ക് കൂടുതൽ വെള്ളം തമിഴ്നാട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് തമിഴ്നാടിന്. നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് ഏരിയ വെള്ളത്തിൽ മുങ്ങുക, അങ്ങനെ. പിന്നെ തമിഴ്നാടിന് ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അവർ ആദ്യം മുതലേ ഈ കരാർ ലംഘിച്ച് തന്നെയാണ് പോകുന്നത്. വൈദ്യുതി ഉണ്ടാക്കാൻ കരാറില്ല, വൈദ്യുതി ഉണ്ടാക്കി. 70കളിൽ ഈ കരാർ പുതുക്കി കൊടുത്തു. ആര്? നമ്മുടെ പിന്നെ അച്യുതമേനോൻ പുതുക്കി കൊടുത്തത് എന്തിനാണ്? ആ സമയത്ത് കാമരാജാണ് ഇന്ദിരാഗാന്ധിയുടെ വലം കൈ. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ മുടിചൂടാ മന്നനാണ് കാമരാജ് പോയി ആരെ സ്വാധീനിച്ചു? ഇന്ദിരാഗാന്ധിയെ സ്വാധീനിച്ചു. ഇന്ദിരാഗാന്ധിയെ സ്വാധീനിച്ചതിൻ്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി അച്യുതമേനോനെ വരട്ടി കാണും. അപ്പോൾ അന്നൊരു ചെറിയ വാർത്ത വന്നു, ചെറിയ പത്രങ്ങൾ, എല്ലാ പത്രങ്ങളും ചെറിയ വാർത്തയാണ്. എന്താണ്? കേരളത്തിന് പരുക്കില്ലാത്ത രീതിയിലാണ് കേരളം കരാർ പുതുക്കി, നഷ്ടമൊന്നുമില്ല എന്നുള്ള നിലയിൽ ഒരു ചെറിയ വാർത്ത. അന്ന് ഈ ഓൺലൈൻ മീഡിയ മറ്റ് മീഡിയകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതാരും ചർച്ച ചെയ്തില്ല. കരാർ പുതുക്കി കൊടുത്തു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ കരാറുകളും എന്താവുമെന്നാണ്? ക്യാൻസലാവും. എല്ലാ കരാറുകളും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവണം. കാര്യം വേറെ പ്രോവിൻസ് ആയല്ലോ, ഇൻഡിപെൻഡൻസ് ആയല്ലോ. അപ്പം അതിന് മുമ്പ് ആരുണ്ടാക്കിയ കരാറും ക്യാൻസലാവും. ആരും ക്യാൻസലാക്കണ്ട. പക്ഷേ ഇത്തരം ചില കരാറുകൾ എന്ത് ചെയ്തിട്ടില്ല? ക്യാൻസലായിട്ടില്ല. മൂന്നാറിൽ സ്ഥലം കൊടുത്തത് ക്യാൻസലായിട്ടില്ല. ഈ പാട്ടത്തിന് കൊടുത്തത് കമ്പനികൾക്ക്, പിന്നെ അതുപോലെ തന്നെ വയനാട് കൊടുത്തത് ക്യാൻസലായില്ല, ഇത് ക്യാൻസലായില്ല. ഇങ്ങനെ ചില കരാറുകൾ ക്യാൻസലായില്ല. അങ്ങനെ ഇതിങ്ങനെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഉടനെ തന്നെ പിന്നെ നമ്മളൊരു ബഹളം ഉണ്ടാകും, ഒരു സമരം വരും, വലിയ ബഹളം, കമ്മിറ്റി വയ്ക്കും, ഒന്നുമില്ല. ബോംബെ, മദ്രാസ്, പിന്നെ IIT, റൂർക്കി IIT പഠിച്ചു. മദ്രാസ് IIT പഠിച്ചു. ഒരുപാട് IITകൾ ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇൻ്റർനാഷണൽ ഏജൻസികൾ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് ഭീഷണിയുണ്ടെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യമുണ്ട് സാറേ, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. തമിഴ്നാടിന് വേണ്ടി ആരെങ്കിലും പഠിച്ചു കൊടുക്കുമ്പോൾ അത് സുരക്ഷിതത്വം, നമുക്ക് വേണ്ടി പഠിക്കുമ്പോൾ സുരക്ഷിതമല്ല. ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒരേ ഡിസൈനൊക്കെ അല്ലേ പഠിപ്പിച്ച് വിടുന്ന ആളുകൾ, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെ പിന്നെ ജോയിൻറ്റ് കമ്മിറ്റി വെച്ച് പരിശോധിക്കണ്ടേ? സുപ്രീം കോടതി എന്താണെന്ന് പറഞ്ഞത്? സുപ്രീം കോടതിനകത്തൊരു വട്ടം കറങ്ങുന്നുണ്ട്. സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾ 2 കൂട്ടരും കൂടി ചർച്ചയ്ക്ക് ഇതൊക്കെ വന്നാൽ ഞങ്ങൾ ഇടപെടാമെന്നൊക്കെയാണ് പറയുന്നത്. എംപവർ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ, ഒന്നുകിൽ പുതിയ ഡാം അല്ലെങ്കിൽ ടണൽ, അത് നല്ല നിർദ്ദേശങ്ങളാണ്, നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് വരികയെന്നാണ്. അല്ലാതെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നില്ല? ഒരു ഏജൻസി വയ്ക്കുന്നില്ല പഠിക്കാൻ. ഏത് ഏജൻസിയെ? ജസ്റ്റിസ് ആനന്ദിനെയും ജസ്റ്റിസ് KT തോമസിനെയൊക്കെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. അത് എംപവർ കമ്മിറ്റി. അത് പോരാ, ഒരു ടെക്നിക്കൽ കമ്മിറ്റി വെക്കണം. അവർ തട്ടേ എന്ന് പറയുന്ന പിന്നെ ഒരാൾ ഉണ്ടായിരുന്നു ടെക്നിക്കൽ മാനായിട്ട് ഏതിൽ ഈ കമ്മിറ്റിയിൽ. അത് പോരാ, പ്യുവർലി ഒരു ടെക്നിക്കൽ കമ്മിറ്റി. അത് ഇൻ്റർനാഷണൽ ആളുകളെയും കൂടി വെക്കണമായിരുന്നു. അപ്പോൾ ബയാസിലാവില്ലല്ലോ. അന്താരാഷ്ട്ര തലത്തിലുള്ള ഏതെങ്കിലും ഡാം എക്സ്പെർട്ടുകളും കൂടെ വച്ചിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ നടത്തിയിട്ടില്ല, അത് നടത്തേണ്ടത് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. എന്ന് പറയാൻ ഡാം പൊട്ടിയാൽ, ഏത് ഡാം പൊട്ടിയാൽ
എത്ര പ്രദേശത്ത് എത്ര സമയം കൊണ്ട് എത്ര ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരും, എത്ര സ്ഥലത്തേക്ക് ദുരന്തത്ത് എത്ര അങ്ങനെ ഒരു അനാലിസിസ് നടത്താൻ പറ്റും. ഡാം ബ്രേക്കിംഗ് അനാലിസിസ് ഇതുമൊക്കെ ചെയ്യേണ്ട സമയമായി. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഡാമിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിൻ്റെ അറ്റകുറ്റപ്പണിയെക്കുറിച്ച് നമ്മൾക്ക് ധാരണയില്ല. തമിഴ്നാട് വരുന്നു, തമിഴ്നാട് ചെയ്യുന്നു, നമ്മൾ ആകപ്പാടെ ചെയ്തത് ആ ഫോറസ്റ്റിനകത്ത് ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ ആ തടഞ്ഞതിന് അവർ ബഹളം ഉണ്ടാക്കി, അവരിഞ്ഞ് കൊണ്ടുവന്നു, അവർ പണിയുന്നു. അപ്പൊ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരം ഒരിക്കലും അത് മാത്രമല്ല, ഇനിയിപ്പോൾ അത് പണിതിട്ട് അവർ പറയാൻ പോണെന്നറിയാം. ഈ സുരക്ഷിതമെന്ന് പരിശോധിക്കാൻ ഒരു കമ്മിറ്റി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകില്ല, മേൽനോട്ട സമിതി വിളിപ്പോയി നോക്കിയിട്ട് പറയും, സാർ തുടക്കത്തിൽ പറഞ്ഞില്ലേ പെയിന്റ് അടിച്ച കാര്യം പറഞ്ഞില്ലേ, നോക്കിയിട്ട് പറയും ഇത് വളരെ സുരക്ഷിതമല്ലേ, ഇതാ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും മെയിൻ്റെനൻസ് നടത്തിയില്ലേ, ഇപ്പോഴും മെയിൻ്റെനൻസ് ചെയ്തില്ലേ, മെയിൻറ്റെയിൻ ചെയ്തൊരു സാധനത്തിനകത്ത് ഇനി എന്ത് അരക്ഷിതത്വം എന്ന് ചോദിക്കും. ഇത് വലിയ ഒരു ട്രാപ്പാണ്, ഒരു വല്ലാത്തൊരു ഗൂഢാലോചനയാണ്. ഇത് നമ്മൾ ഇതുപോലത്തെ സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കർശനമായി ഇടപെടേണ്ടത്. ഒരു അപകടത്തിൽ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഡാം, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീതിയുള്ളൊരു സംവിധാനം, സമരം നടക്കുന്നൊരു സംവിധാനം, തൊട്ടടുത്ത സ്റ്റേറ്റുമായി, ഒരുപാട് ദൂരമില്ല സ്റ്റേറ്റുകൾ, തൊട്ടടുത്ത സ്റ്റേറ്റുമായിട്ടുള്ളൊരു വിഷയം പരിഹരിക്കണ്ടേ? അതിനുള്ള ചർച്ച ഒരു തലത്തിലും ഉയർന്നു വരുന്നില്ല. മുഖ്യമന്ത്രി തലത്തിലൊന്നും എനിക്ക് തോന്നുന്നു അതൊരു വിഷയമാണെന്ന് നമുക്കറിയില്ല. കേരളത്തിൽ വിഷയമാണ്. മുഖ്യമന്ത്രി ഒന്നും ഒരിക്കലും ഇത് സംസാരിക്കുന്ന നമ്മൾ കേട്ടില്ല. നമ്മുടെ ജലവകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ വിഷയമായി ഇത് ഉയർന്നു വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് അവരൊരു വൺമാൻ ഷോ കാണിക്കുന്നു, അവരത് കാണിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ സഹിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.